fun fact, did you know India is the second most sleep deprived country in the world? ലോകത്തിൽ ജപ്പാൻ കഴിഞ്ഞ അക്കോർഡിംഗ് ടു വേരിയസ് റിസർച്ച് സെക്കൻഡ് ആണ് നമ്മൾ. റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ വി വിൽ ഹാവ് ആൻ അഡ്രിനാലിൻ റഷ് അല്ലേ? എസ്പെഷ്യലി ഈവനിങ് എന്തെങ്കിലും ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, ദേഷ്യം വരാം. അപ്പൊ എഗെയിൻ ഒരു കോർട്ടിസോൾ ലെവൽസ് കൂടാം, സ്ട്രെസ് കൂടാം. ഇതൊക്കെ കാരണം എഗെയിൻ സ്ലീപ്പ്. എന്തൊരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു പെയിൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീങ്ങരുത്, കുനിയരുത്, ഇരിക്കരുത്, ചാടരുത്. നോ പറയാൻ എളുപ്പമാണ്. It is your life. I'm pretty much sure that whoever has made this body has been designed to move, run like a cheetah, race like a Formula 1 ഇറങ്ങണ പോലെ തന്നെയാണ് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. How you take care of it is important. Lifestyle management അല്ലേ? Or can I call you like lifestyle consultant? Will that be a good term? Yes. ഈ കൺസൾട്ടന്റ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. So what is lifestyle and how are you managing it? First of all, thank you for this tea. It's really good. Welcome. Coming to the lifestyle part. അപ്പം ഓക്കെ, സോ ഒരാൾക്ക് ഹെൽത്തി ആവാൻ എന്താണ് ചെയ്യേണ്ടത്? ആൾക്കാർ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. Right. എന്താണ് ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എനിക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എക്സാമിന് പഠിക്കുകയാണ്, ആക്ച്വലി കേട്ടിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. ആ സിലബസ് നിന്നാണ് ഒരു 98% ക്വസ്റ്റ്യൻസ്. ബാക്കി 2% ഔട്ട് ഓഫ് സിലബസ് ഉണ്ടാവും. സെൻസിബിളി നമ്മൾ ആദ്യം എന്ത് പഠിക്കും? സിലബസ് പഠിക്കും. അത് പഠിച്ച് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി 2% ഔട്ട് ഓഫ് സിലബസ് നമ്മൾ നോക്കിയൊക്കെ പഠിക്കുള്ളൂ, നോക്കാൻ തന്നെ നിൽക്കുള്ളൂ. അപ്പൊ സിലബസ് ഓഫ് ബിക്കമിങ് ഹെൽത്തി 3 ചാപ്റ്റേഴ്സ് ആണ്, 3 മോഡ്യൂൾസ് ആണ് ആ സിലബസിൽ. സിലബസ് 1 ഈറ്റ് റൈറ്റ്, അതായത് ന്യൂട്രീഷൻ, ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. ചാപ്റ്റർ 2 ബി ഫിസിക്കലി ആക്റ്റീവ്, എക്സസൈസ്, ആക്ടിവിറ്റീസ്. അത് ചാപ്റ്റർ 3 എന്ന് പറയുന്നത് സ്ലീപ്പും സ്ട്രെസ് മാനേജ്മെന്റും. ഇത് 3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 ചാപ്റ്ററും ജയിക്കണം കേട്ടോ. ഓരോ ചാപ്റ്റർ ജയിച്ചുകൊണ്ട് ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. യു മൈറ്റ് ബി എക്സസൈസിങ്, പക്ഷേ ഡയറ്റ് ഇസ് വെരി ബാഡ്. പക്ഷേ ഹാർട്ട് ഡിസോർഡേഴ്സ് വരാം, കൊളസ്ട്രോൾ ഹൈ ആയിരിക്കാം. അങ്ങനെ ഒരാൾക്ക് പുറത്തുനിന്ന് പിസയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, പക്ഷെ ജിമ്മിൽ പോയി 2 മണിക്കൂർ തലകുത്തിന്ന് വർക്കൗട്ട് ചെയ്യും. ചിലപ്പോൾ 6 പാക്ക് ആബും ഉണ്ടാവും, മസിലും ഉണ്ടാവും. അങ്ങനെയുള്ള ആള് ഫിറ്റ് ആണ്, പക്ഷെ ഹെൽത്തി അല്ല. The person is fit, has 6 pack ab, but not healthy. തിരിച്ചുകൊണ്ട് കേട്ടോ. ഇപ്പൊ ബ്ലഡ് റിപ്പോർട്ട് ഒക്കെ നോക്കി, എല്ലാം നോർമൽ, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു 10 പുഷപ്പ് അടിക്കാൻ പറഞ്ഞാൽ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഒരു ഭാരിച്ച കുറച്ച് കായിക അധ്വാനം ഉള്ള ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അയാൾ ഹെൽത്തി ആണ്, പക്ഷെ അൺഫിറ്റ് ആണ്. അധികം താമസിയാതെ അയാള് അൺഹെൽത്തി ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഒബിയസ്ലി മെറ്റബോളിക് ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സസെപ്റ്റബിൾ ആണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 3 മാനേജ് ചെയ്യുന്നതാണ് ലൈഫ് സ്റ്റൈൽ. ബാക്കി വരുന്ന 2% ആയിരിക്കാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കണോ, തണുത്ത വെള്ളം കുടിക്കണോ, ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് കുടിക്കണോ, അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കണോ എന്ന്. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന് ആ ബാക്കി 100-2 മാർക്ക് ബാക്കി വരുന്ന സംഭവങ്ങൾക്കുള്ളൂ. 98 മാർക്ക് ഈ പറഞ്ഞ 3 ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. സോ ദാറ്റ്സ് വാട്ട് ലൈഫ് സ്റ്റൈൽ ഈസ് അല്ലേ? ഓക്കെ, നമുക്ക് റീസെന്റ് അല്ല, കുറച്ച് നാളായിട്ടുണ്ട് ഈ ജെൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് കുറേ ക്ലയൻസുകൾ നമുക്ക് വരും, അല്ലെങ്കിൽ പേഷ്യൻസ് വരും. ഞങ്ങളിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ സംസാരിച്ച് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ആ ലൈഫ് സ്റ്റൈൽ വരുന്ന ഒരു സംഗതിയാണ് ദാറ്റ് ഡോക്ടർ ഞാൻ ഒരു 2 മണി വരെ വീഡിയോ ഗെയിം ഒക്കെ കളിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കും. ഓക്കെ, പക്ഷെ അത് കുഴപ്പമില്ല. 6 മണിക്കൂറല്ലേ പറയുന്നത്, അല്ലെങ്കിൽ 7 മണിക്കൂറല്ലേ പറയുന്നത് ഫോർ എ ഹെൽത്തി സ്ലീപ്പ് എന്നുള്ള രീതിയിൽ. ആ 2 മണി തൊട്ട് ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്കേ എനിക്കുന്നുള്ളൂ. അപ്പം അത് ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലൊരു ചോദ്യമുണ്ട്. എന്നാൽ കണ്ണ് കാണുമ്പോൾ നല്ല കുഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എനർജി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലോ ആണ്. ഈ 6 hours അല്ലെങ്കിൽ 7 hours ഓഫ് വിൻഡോ പീരീഡ് ഓഫ് എ സ്ലീപ്പ് ആണോ, എന്നാൽ ഏത് സമയത്ത് വേണമെങ്കിൽ ഉറങ്ങാം എന്നുള്ളതാണോ, അതോ ഇസ് ദർ എനി പെർട്ടിക്കുലർ അതെ. ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര മണിക്കൂർ ഉറക്കം വേണം? അത് സാധാരണ ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു 8 hours, ഒരു 8 to 9 hours ബ്രോഡ് ഗൈഡ് ലൈൻ. പക്ഷെ ഇത് അഗൈൻ ഡിപ്പെൻഡ്സ് കേട്ടോ. ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ് ഓഫ് എ പേഴ്സൺ. കുട്ടികൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണം. ചെറിയ കുട്ടികളൊക്കെ 12 മണിക്കൂർ വരെയൊക്കെ, ചെറിയ ഇൻഫൻസ് 12-14 മണിക്കൂറിന് മേലെ വരെ ചെറിയ കുട്ടികൾ ഉറങ്ങണം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 8 hours ഇസ് വാട്ട് ഇസ് ബ്രോഡ്ലി ആക്സെപ്റ്റഡ്. പക്ഷെ അത് ഫിസിക്കൽ ആക്ടിവിറ്റിയും എത്രത്തോളം ഫിസിക്കലി ആക്റ്റീവ് ആണ്, എത്രത്തോളം ബോഡിക്ക് റിക്കവറി വേണം, ഇതൊക്കെ അനുസരിച്ചിട്ട് ഈ ടൈം റിക്വയർമെന്റ് മൈറ്റ് വേരി.
Now, to answer your question, അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും നടക്കും. ബേസിക്കലി നടക്കുന്നത് ബോഡിയുടെ റിപ്പയർ ഓഫ് ടിഷ്യൂസും റീജനറേഷൻ ഇതൊക്കെയാണ് ശരീരത്തിൽ അപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ കുറേ പ്രോസസ്സസ് ഉണ്ട്. ഈ പ്രോസസ്സൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഹോർമോൺസും കാര്യങ്ങളൊക്കെ വെച്ചാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം. ടിഷ്യൂ റിപ്പയറും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോൺ, ഇൻസുലിൻ, ഇതിനൊക്കെ പല അതിൻ്റെതായ റോളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇന്റേണലി ഒരു ക്ലോക്ക് ഉണ്ട്, സെർക്കേഡിയൻ റിതം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്ക് ഫോർ എക്സാമ്പിൾ എല്ലാ ദിവസവും 6 മണിക്ക് സ്ഥിരം എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം പീസ് ഇല്ലാതെ അലാറം ഇല്ലാതെ തന്നെ 6 മണിക്ക് തന്നെ താൻ എണീക്കാം. ബിക്കോസ് ആ ഇന്റേണൽ ക്ലോക്ക് സെറ്റ് ടു വേക്കിംഗ് അപ്പ് അറ്റ് 6 o'clock, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺ ലെവൽസ് ഡിഫറെന്റ് ആണ് രാത്രി വേഴ്സസ് ഡേ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രി 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ഉള്ള ഹോർമോൺ ലെവൽസും ഹോർമോണിന്റെ രീതികളും is very different from the hormones and levels that we will have it when we sleep on the daytime. Right. അതിൽ പ്രൈമറിലി വരുന്നത് കോർട്ടിസോൾ, ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺ, മെലറ്റോണിൻ, സെറട്ടോണിൻ, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ രാത്രിയിലത്തെ 8 മണിക്കൂറും രാവിലത്തെ 8 മണിക്കൂറും രണ്ടും രണ്ടാണ്. 8 മണിക്കൂർ രാത്രി ഉറങ്ങുമ്പോഴാണ് കൂടുതൽ റെസ്റ്റോറേറ്റീവ് ആൻഡ് റിപ്പയർമെന്റ് ബോഡിയിൽ നടക്കുന്നത്. അതൊരു വസ്തുത. ഓക്കെ, രണ്ടാമത് ചില ആൾക്കാർ ചോദിക്കും, ഓക്കെ 8 മണിക്കൂറിൽ ഞാൻ 4 മണിക്കൂർ രാത്രി ഉറങ്ങി, ബാക്കി 4 മണിക്കൂർ ഞാൻ ഡേ ടൈം. അങ്ങനെ ചോദിക്കാറുണ്ട് ചില ആൾക്കാർക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉറക്കം വൈകി ഉറങ്ങുന്നു, രാവിലെ എനിക്ക് ഓഫീസിൽ പോകണം, അപ്പൊ 8 മണിക്ക് എണീക്കാതെ അപ്പൊ രാത്രി 11 മണി 1 മണിയായി കടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ എണീറ്റു, ബാക്കി 4 മണിക്കൂർ വൈകുന്നേരം വന്ന് ഞാൻ കടന്നുറങ്ങിയാൽ മതിയോ എന്നുള്ളത് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പൊ അവിടെയും ഈ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് വി സ്ലീപ്പ് ഇൻ സൈക്കിൾസ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂറാണ് ഒരു സൈക്കിൾ. ആ സൈക്കിളിൽ കുറെ ഇൻഡിവിജ്വൽ പാർട്സ് ഉണ്ട്, REM ആൻഡ് നോൺ റെം. നോൺ റെമ്മിൽ തന്നെ N1, N2, N3. REM എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ്, കണ്ണടച്ചിരിക്കുമ്പോൾ അകത്തുള്ള ഇത് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുണ്ട്. പിന്നെ നോൺ റെം ഉണ്ട്. നോൺ റെമ്മിൽ N1, N2, N3. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ N1, N2, N3 നോൺ റെമ്മിലെ, പിന്നെ REM. ഇങ്ങനെ ഈ 4 ഭാഗങ്ങൾ കൂടുന്ന ഒരു സൈക്കിളാണ്. അങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട്. ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഒരു സൈക്കിൾ ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂറിന്റെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, രസകരമായ വസ്തുത, ഓരോ സൈക്കിളിലെയും ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ലെങ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നോൺ റെമ്മിലെ N3 എന്ന് പറഞ്ഞ ഭാഗമാണ് ഡീപ് സ്ലീപ്പ്. അവിടെയാണ് കൂടുതൽ റെസ്റ്റോറേറ്റീവ് ആക്ഷൻ നമുക്ക് റിപ്പയർ നടക്കുന്നത്. അപ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പ് നമ്മൾ ഉറങ്ങി വരുമ്പോൾ, സാധാരണ ഉറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 2-3 സൈക്കിളിൽ ഡീപ്പ് സ്ലീപ്പിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. അതേസമയം REM കുറവായിരിക്കും. ഇനി 4, 5, 6ാമത്തെ സൈക്കിൾ എത്തുമ്പോഴേക്കും ഇത് നേരെ തിരിയും. N3 കുറഞ്ഞു തുടങ്ങും, REM കൂടി തുടങ്ങും. അപ്പോൾ ഒരു 8 മണിക്കൂർ രാത്രിയിൽ ഒറ്റയടിക്ക് ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ടോട്ടൽ ലെങ്ത്തും ഇത് സ്പ്ലിറ്റ് ചെയ്താൽ ഉണ്ടാവുന്നതും രണ്ടും രണ്ടായിട്ടാണ്. സോ വിച്ച് മീൻസ് റിപ്പയറിനുള്ള ടൈം will be lesser if you do it in such a way. അതെ, പകുതി ചെയ്യണം. അത് 8 മണിക്കൂർ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാലുള്ള ഡീപ് സ്ലീപ്പിന്റെ ലെങ്ത്തും ഈ 8 മണിക്കൂർ 4 മണിക്കൂർ രാത്രിയും 4 മണിക്കൂർ രാവിലെയും ആയി ഉറങ്ങിയാൽ ഉണ്ടാവുന്ന ഡീപ് സ്ലീപ്പിന്റെ ലെങ്ത്തും ക്യുമുലേറ്റീവ് ലെങ്ത്തും രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടൈം മാറി ഉറങ്ങുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ വാട്ട് എവർ ദ റിപ്പയറിന് വേണ്ടിയിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എലമെന്റ്സ് വിൽ ബി ഡിഫറെന്റ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വിൽ ബി ഡിഫറെന്റ്, സോ ദ പ്രോപ്പർ റിപ്പയർ വിൽ നോട്ട് ഹാപ്പൻ. ഞാൻ ഇതിനെ ഒന്ന് സയന്റിഫിക് ആയിട്ടൊന്ന് സൺലൈറ്റ് നമ്മുടെ കണ്ണിൽ വീഴുമ്പോൾ കണ്ണിൽ നിന്ന് ഉള്ള ഒപ്റ്റിക് നെർവ് നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട്, ബ്രെയിനിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ്. ആ ഗ്ലാൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഉറക്കത്തിനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഉറക്കത്തിനുള്ള ഹോർമോൺ എന്താ? മെലറ്റോണിൻ ആണ്. അപ്പോൾ ബൈ ദ വേ, മെലറ്റോണിൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷനൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അത് ഉറക്കം അങ്ങനെ ഇമ്പയർഡ് ആവാം. പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വരുമ്പോഴാണ് പീനൽ ഗ്ലാൻഡ് മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. ലൈറ്റ് വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. ലൈറ്റ് ഇല്ലാതെ ആവുമ്പോഴാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം വരും, പതുക്കെ ഇൻഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ആയി വരുമ്പോഴേക്കും പതുക്കെ മെലറ്റോണിന്റെ അളവ് കൂടി വരും, നമുക്ക് ഉറക്കം വന്നു തുടങ്ങും. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരുന്നത് ടു സ്ലീപ്പ്. മാത്രമല്ല മൊബൈൽ ഫോണും ലാപ്ടോപ്പും കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈറ്റ് വരികയാണ്. ബ്ലൂ ലൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെലറ്റോണിന്റെ അളവ്. സോ ദാറ്റ്സ് വൈ യു ഹാവ് ടു ബി ഇൻ എ ഡാർക്കർ സ്പേസ് ടു ഹാവ് എ പ്രോപ്പർ ടു ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. കാര്യം മെലറ്റോണിൻ എന്ന് പറഞ്ഞ സാധനം കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ഉറക്കം ഇൻഡ്യൂസ് ചെയ്ത് ഇംപ്രൂവ് ആയി വരുള്ളൂ. ഈ ഉറങ്ങണേക്കാളും മുന്നേ ഫോൺ യൂസ് ചെയ്ത് കിടക്കുക, ഓക്കെ,
അത് എത്രത്തോളം നമ്മളെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എത്ര നേരം പലരും പറഞ്ഞിട്ടുണ്ട് ഒരു 1/2 to 45 മിനിറ്റ്സ് മുന്നേ നമ്മൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഉറങ്ങുന്നേക്കാളും മുന്നേ ചെയ്യുന്നത് ടു ഹാവ് എ ഹെൽത്തി സ്ലീപ്പ്. ഇല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് വിൽ ഹാപ്പൻ. ലാസ്റ്റ് കണ്ട വീഡിയോ അനുസരിച്ചിട്ട് നമ്മുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ. Is that true? അല്ലെങ്കിൽ how important is it? Fun fact, did you know India is the second most sleep deprived country in the world? ലോകത്തില് ജപ്പാൻ കഴിഞ്ഞ അക്കോർഡിംഗ് ടു വേരിയസ് റിസർച്ച് സെക്കൻഡ് ആണ് നമ്മൾ സ്ലീപ്പ് ഡിപ്രിവേഷനിൽ. പക്ഷെ ആൾക്കാർ അതിനെ പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഒപ്റ്റിക് നെർവ് വഴി ഇമ്പാക്ട് നേരെ പീനിയൽ ഗ്ലാൻഡിൽ പോവാണ്. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് പറയണം ഓക്കെ ഡേ ടൈം ആണ്, മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെലറ്റോണിൻ ഇസ് എ സ്ലീപ്പ് ഹോർമോൺ. അപ്പൊ ആവശ്യത്തിന് മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, സ്ലീപ്പ് വരില്ല, സ്ലീപ്പ് ഇൻഡ്യൂസ്ഡ് ആവില്ല, സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഇംപയർഡ് ആവും. അപ്പോൾ ലാപ്ടോപ്പ്, TV ഇങ്ങനെ ബ്ലൂ ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കുറെ നേരം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു റീസൺ. രണ്ടാമത് നമ്മളിപ്പോ എസ്പെഷ്യലി റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ we will have an adrenaline rush അല്ലേ? എസ്പെഷ്യലി ഈവനിങ് എന്തെങ്കിലും ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, ദേഷ്യം വരാം, അതിനെപ്പറ്റി അതിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാം. അപ്പൊ എഗെയിൻ ഒരു കോർട്ടിസോൾ ലെവൽസ് കൂടാം, സ്ട്രെസ് കൂടാം. ഇതൊക്കെ കാരണം എഗെയിൻ സ്ലീപ്പ് അതെ തന്നെ. കാര്യം ഈ പറഞ്ഞ പോലെ മെലറ്റോണിനും കോർട്ടിസോളും നേരെ ഓപ്പോസിറ്റാ. മെലറ്റോണിൻ കോർട്ടിസോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താണു, അപ്പോൾ സ്ലീപ്പ് ഇംപയർഡ് ആയി. ഈ ഒരു ആസ്പെക്ട് കൊണ്ട് സ്ലീപ്പ് ഇംപയർഡ് ആണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഉറങ്ങുന്നേക്കാളും മുന്നേ ഒരു അറ്റ്ലീസ്റ്റ് ഓൾറെഡി ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇൻസോംനിയ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയാറ് അറ്റ്ലീസ്റ്റ് ഒരു 1-1.5 മണിക്കൂർ മുന്നേ എങ്കിലും ഈ സാധനം എടുത്ത് മാറ്റി വെക്കുക. പിന്നെ അനദർ തിങ് കെഫീൻ. കെഫീൻ ഒരു ഉറക്കത്തിന് ഇഷ്യൂ ഉള്ള ആൾക്കാർ ഒരു 4 മണിക്ക് ശേഷം കാപ്പി കുടിക്കാതിരിക്കുന്നതാണ്. ഈ മൊബൈലിന്റെ സംഗതിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പം നെഗ്ലക്ട് ചെയ്യുന്നത്. മൊബൈൽ നോക്കി ഒരു നല്ലൊരു വീഡിയോ ഒക്കെ കണ്ട് ഇത് കണ്ണടഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം എന്നുള്ളൊരു ശൈലി. നമ്മുടെ ബോഡി ഒരു ബെസ്റ്റ് ഒരു കമ്പാരിസൺ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ കാർ. ഓക്കെ, നമ്മുടെ കാർ കറക്റ്റ് ടൈമിന് സർവീസ് ചെയ്ത് പ്രോപ്പർ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബംപി റോഡോ ഒരു മോശമായ റോട്ടിൽ കൂടെ ഭയങ്കര റഫ് ആയിട്ട് ഡ്രൈവ് ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇഫ് യുവർ കാർ ഇസ് നോട്ട് സർവീസ് പ്രോപ്പർലി, ഒരു ഹമ്പ് ചാടിയാലും എവിടെയെങ്കിലും ഒരു നട്ടും ബോൾട്ട് എവിടെയെങ്കിലും ലൂസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. സോ ഇഫ് യുവർ ബോഡി ഈസ് വെൽ സർവീസ്ഡ് എന്താ നേരത്തെ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ന്യൂട്രീഷൻ, എക്സസൈസസ്, സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് ലാർജ്ലി ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ഉറക്കൊളച്ചു, ഫ്രണ്ട്സിൻ്റെ ഒപ്പം മീറ്റ് ചെയ്തു, പുറത്ത് വന്ന് ഔട്ടിങ്ങിന് പോയി, കിടന്ന് വൈകി പോയി, അല്ലെങ്കിൽ വല്ലപ്പോഴും ഫോൺ എടുത്ത് നോക്കി കിടന്നു, ഇതൊന്നും വലിയ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കില്ല. ഇഫ് യുവർ ലൈഫ് സ്റ്റൈൽ ഇസ് ലാർജ്ലി ഓൾ റൈറ്റ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 3 years ഇമ്പോർട്ടന്റ് ആണ്. സയന്റിഫിക് ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. ഇപ്പൊ ലൈഫ് സ്റ്റൈല് സമയത്തിന് കടന്നു ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഐ എം നോട്ട് ഓഫ് എൻ ഒപ്പീനിയൻ ദാറ്റ് ഡോണ്ട് ഹാവ് ഫൺ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ വിത്ത് ഫാമിലി. അവിടെയാണ് വേറെ സംഗതി പറഞ്ഞത്. ദാറ്റ് ഞാൻ ഉറങ്ങാൻ പോവാ, അതുകൊണ്ട് എനിക്ക് 10 മണിക്ക് ശേഷം ഒരു സാധനവും ഞാൻ എടുക്കരുത്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഫണ്ണില്ല, തന്ത വൈബ് വിൽ ദാറ്റ് ബി ടേം നൗ? തന്ത വൈബ് ആയി, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഓൾഡ്. ആൻഡ് ആ ഓൾഡ് ആയതുകൊണ്ട് തന്നെ ഏജ് ക്രോസ് ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സമയത്തിന് ഉറങ്ങണം, അല്ലെങ്കിൽ എൻ്റെ കാലത്തെ റുട്ടീനുകൾ തെറ്റും. അപ്പം അഗെയിൻ ആ തന്ത വൈബ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഇട്ടു. സോ ഇസ് ഇറ്റ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലായ്പ്പോഴും നമ്മൾ ആ ടൈമിങ്ങിൽ ഉറങ്ങിയില്ലെങ്കിൽ ഇറ്റ്സ് ആർ എ പ്രോബ്ലം. ഒരു സ്ട്രിക്റ്റ് റുട്ടീൻ ലൈഫ് ലോങ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പം അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പം തന്നിരിക്കുന്നത്. ദാറ്റ് യു ഹാവ് ടു ഫോളോ 60-70% ഓഫ് എ റുട്ടീൻ, ബട്ട് അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ ഹെൽത്ത് എഫക്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത്. റൈറ്റ്. ഓക്കെ. നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞു. ന്യൂട്രീഷൻ പറഞ്ഞു, സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു എക്സസൈസ് എന്നുള്ളത്. അപ്പോൾ ആസ് സംബഡി ഹൂ ഇസ് റണ്ണിങ് എ ഫിസിയോതെറാപ്പി ക്ലിനിക് ആൻഡ് ഹൂ ഇൻവോൾവ്സ് വെരി ക്ലോസ്ലി വിത്ത് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരായാലും അല്ലാതെയുള്ള ergonomic related issues ആയാലും ഫിസിക്കൽ മൂവ്മെന്റ് ഓർ ലാക്ക് ഓഫ് ഫിസിക്കൽ മൂവ്മെന്റ്,
എക്സസൈസിനെ പറ്റിയിട്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെ എക്സസൈസ് ഇപ്പൊ ആൾക്കാർ സ്ഥിരം ചോദിക്കുന്നതാണ്. Right. എന്ത് ചെയ്യും, നടന്നാൽ മതിയോ, അല്ലെങ്കിൽ ഓടാൻ പോണോ, അതെ. മാരത്തോൺ ഓടണോ, അതോ ജിമ്മിൽ പോയി ചെയ്യണോ, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റുമോ? Right. എക്സസൈസിനെ പറ്റിയിട്ട് ഏത് രീതിയിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം? Right. അപ്പം വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ബോഡി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇത് നിലത്തോട്ട് വീഴാതിരിക്കാനായിട്ട്, എന്തുകൊണ്ടാണ് നിലത്തോട്ട് വീഴുന്നത്? ഗ്രാവിറ്റി. അപ്പം ഈ എഴുന്നേറ്റ് നിൽക്കുന്ന വെർട്ടിക്കുലർ ഒരു ഒബ്ജക്റ്റിന് നിലത്തോട്ട് വീഴാതിരിക്കാനായിട്ട് സർട്ടൻ മസിൽസ് ഹാസ് ടു വർക്ക്. ആ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടായാലാണ് അത് നിലത്തോട്ട് വീഴാതിരിക്കുള്ളൂ, പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇല്ല നിലത്തോട്ട് വീഴും. ഓക്കെ. അപ്പം ബൈ ഏജ് ഈ സ്ട്രെങ്ത് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് കൂഞ്ഞ് വന്നു തുടങ്ങി, നമുക്ക് ബെൻഡ് ചെയ്ത് തുടങ്ങി, മുട്ടുകൾക്ക് ലോഡ് കൂടുതൽ വന്നു തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ മുന്നിലോട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്ത് തുടങ്ങുകയും റൗണ്ട് ഷോൾഡേഴ്സ് വരികയും ഒക്കെ ചെയ്യുമ്പോൾ L4 L5 ഡിസ്പൾജ് വരികയും അതിലോട്ട് റേഡിയേറ്റിംഗ് പെയിൻ, അല്ലെങ്കിൽ കൂടുതൽ ലോഡ് മുട്ടിലോട്ട് വന്ന് റബ്ബ് നടക്കുമ്പോൾ തേയ്മാനം സംഭവിക്കുക. സോ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ടു ദ മസിൽ after certain age is needed. Now how are you gonna improve your strength? സ്ഥിരം കേൾക്കുന്നതാണ് ദാറ്റ് ഞാൻ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഞാൻ നടക്കുന്നുണ്ട്, സോ എൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പായി. ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പായി. ഞാൻ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, എൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പായി. സി, ഒരു എക്സസൈസ് പാറ്റേൺ ആണ് നല്ലത് എന്നല്ല. കാർഡിയോ ഇസ് നീഡഡ്. സ്ട്രെച്ചിങ് which comes to yoga and strength development, അതിലും യോഗ സ്ട്രെച്ചിങ്ങും നീഡഡ് ആണ്, വെയ്റ്റ് ട്രെയിനിങ്ങും നീഡഡ് ആണ്. ഇതിൽ എളുപ്പം, അല്ലെങ്കിൽ ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് എളുപ്പം അല്ല, യോഗ എളുപ്പം അല്ലെങ്കിൽ നടത്തം എളുപ്പം എന്നല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി വെയ്റ്റ് ട്രെയിനിങ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി എളുപ്പമായിട്ട് നടക്കാനും സൗകര്യം, പൈസ ചെലവില്ലാതെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ഈ നടത്തം എന്നുള്ളത്. അതേസമയം ട്രെയിനിങ്ങിലോട്ട് കിടക്കുമ്പോൾ യു ഹാവ് ടു ഗെറ്റ് എ പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പോകണം. അപ്പോൾ ചിലവുണ്ട് അതിന്. അപ്പം യു ഹാവ് ടു സ്പെൻഡ് ഫോർ യുവർ ബോഡി. കുറച്ചെങ്കിലും സ്പെൻഡ് ചെയ്യണം, സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ. അത് റുട്ടീൻ ആക്കി കഴിഞ്ഞാൽ കുറേ സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല, നടത്തം തന്നെയാണ് എൻ്റെ ഈ കല്ലൂർ സ്റ്റേഡിയത്തിലോ ഏതെങ്കിലും സ്റ്റേഡിയത്തിലോ കാലത്ത് പോകുമ്പോൾ ഒടിഞ്ഞു നുറുങ്ങിയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക, നല്ലോണം വളഞ്ഞിട്ടായിരിക്കും, പക്ഷേ ഞാൻ നടക്കുന്നുണ്ട്, ഐ എം ഫിറ്റ്. അപ്പം ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോഡീനെ നമുക്ക് എഫക്റ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ, മുന്നോട്ട് കുനിയാതെ, അല്ലെങ്കിൽ വീഴാതെ നമ്മുടെ ബോഡി ഒരു അൺസ്റ്റേബിൾ സർഫസിൽ വിത്തൗട്ട് എനി ഇഞ്ചുറി പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ your muscles and your ligaments has to play right, and for that you have to do the exercises. ആ എക്സസൈസസ് ഒരു കാറ്റഗറിയിൽ പറ്റില്ല. എ മിക്സ് ഓഫ് എവറിത്തിങ്, കാർഡിയോ, യോഗ, സ്ട്രെങ്ത് ട്രെയിനിങ്, എവറിത്തിങ് ഇസ് നീഡഡ്. ഇന്നത് മാത്രമായിട്ട് നമുക്ക് ചുരുക്കാനും പറ്റില്ല. അപ്പോൾ ചില കണ്ടീഷൻസ് എസ്പെഷ്യലി വരുമ്പോൾ ഇന്ന എക്സസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ എക്സസൈസിൽ ഇന്ന വർക്ക്ഔട്ട്സ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയാണ് അറിയേണ്ടത്? സോ ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ട് അറ്റാക്ക്, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ബ്ലോക്ക് ഡിറ്റക്ട് ചെയ്ത ഒരാൾ പോയിട്ട് മാരത്തോൺ ഓടരുത്. അപ്പൊ അതേപോലെ യോഗയിലായാലും വെയിറ്റ് ട്രെയിനിങ്ങിലായാലും എന്തൊക്കെയാണ് ഇപ്പൊ എസ്പെഷ്യലി ഈ ഡിസോർഡേഴ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ എയിൽമെന്റ്സ് വരുമ്പോ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഇപ്പം ഡയസ്റ്റാറ്റിക് റെക്ടേ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് അറിയാതെ ഗ്രേഡ് 1-ലായിരിക്കും എന്ന് വിചാരിക്കുക, പ്രഗ്നൻസി കഴിഞ്ഞ ശേഷമുള്ള റെക്ടേ ഉണ്ട്. They are being asked to do the crunches. So it will definitely go to grade 2, grade 3. Right? ഡയസ്റ്റേസിസ് റെക്ടൈ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാമോ? ഇപ്പൊ നമ്മുടെ മസിൽ, അബ്ഡമൻ മസിൽ, 6 പാക്ക് എന്ന് പറയുന്നത് 6 മസിൽസ് ഒന്നും അല്ലല്ലോ. അതൊരു റെക്ടസ് അബ്ഡോമിനസ് ഇസ് എ ഹോൾ ലൈൻ, ഒരു വലിയൊരു ഷീത്താണ്. അതിന്റെ നടുവിലൊന്ന് സ്പ്ലിറ്റ് ആവും. അപ്പൊ ആ സ്പ്ലിറ്റ് ആവുമ്പം അതിന്റെ എമൗണ്ട് ഇപ്പം ഗ്രേഡ് 1 ആണെന്ന് ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ അത് അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫാറ്റി പാഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഗ്രേഡ് 2-ലായിരിക്കും അറിയുന്നുണ്ടാവുക. പക്ഷെ ഗ്രേഡ് 2-ൽ അറിഞ്ഞാലും നമ്മൾ ഇഗ്നോർ ചെയ്യും ചിലപ്പോൾ. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ക്രഞ്ചസ് ചെയ്യുമ്പം ഇത് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനത്തെ കേസസിൽ ഈ ക്രഞ്ചസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവാൻ എൻഹാൻസ് ചെയ്യുന്ന പല എക്സസൈസുകളും നമ്മൾ ചെയ്യരുതെന്ന് പറയും. But it depends on the condition to condition that each exercises cannot be followed in certain
പീപ്പിൾ. ഇപ്പം ഗ്രേഡ് 3 ഓസ്റ്റിയോ ആർത്രൈറ്റിക്കുള്ള പേഷ്യൻ്റെ അടുത്ത് ഞാൻ ട്രെഡ്മില്ലിൽ നടക്കാൻ പറയില്ല. അതേസമയം പറയുന്നത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തോളം പറയും. പക്ഷെ ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് നിന്നിട്ടോ അല്ല, സീറ്റഡ് ആയിട്ടുള്ള ഇരുന്നിട്ട്. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഇസ് ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ ബി പ്രെപ്പ് ടു ഡു ഓൾ ദിസ് തിങ്സ് ഇൻ ദ ഫ്യൂച്ചർ. നോട്ട് ലൈക്ക് ലൈഫ് ലോങ് അത് റിജക്ട് ചെയ്യണ രീതിയിലാവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചില സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്. വൺസ് ഹി ഈസ് റെഡി ദെൻ ഹി ക്യാൻ ഗോ ആൻഡ് ഡു ഇറ്റ്. മിക്ക പേഷ്യൻസ് വരുമ്പോൾ പറയുന്ന ഒരു സംഗതി ഉണ്ട്, എൻ്റെ ട്രെയിനർ കുറച്ച് ഫിസിയോയും കൂടി ചെയ്യും. ദാറ്റ് ഈസ്, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ പോരായ്മ തന്നെയാണ്. ദാറ്റ് വി ഡിഡ്ന്റ് ആക്ച്വലി ഗീവ് എ റൈറ്റ് പെർസ്പെക്റ്റീവ് അബൌട്ട് വാട്ട് ഫിസിയോതെറാപ്പി ഈസ് എന്നുള്ളത് പബ്ലിക്കിന് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഇപ്പോഴും. ഒരു ഹൈപ്പർ വോൾട്ട് ഗണ്ണ് വെച്ചിട്ട് ടൈറ്റ്നസ് വരുമ്പോൾ റിലീസ് ചെയ്യലോ, ഒരു പെട്ടെന്ന് ഒരു സ്ട്രെയിൻ വന്നു കഴിയുമ്പോൾ റിലീസ് ചെയ്യലോ ആണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ അതാണ് അവരുടെ കൺസെപ്റ്റ് എങ്കിൽ ഇറ്റ് ഈസ് അവർ ഫോൾട്ട് that we didn't do a right kind of information spread to the public. That adalla. We go into a detailed programming of your body, ergonomics of your body, injuries ne kurichittu, what are you prone to, what are you not, endokke cheyanam venda, scientifically we can approach ennullathu. So it is our fault that we haven't done it. So what I'm trying to do over here is just this, that give a right impact as a physio. What is it that the public has to be aware of? അതിൽ ഈ എക്സസൈസ് കാര്യങ്ങൾ ആർക്കൊക്കെ ഈ എക്സസൈസുകൾ ചെയ്യാൻ പറ്റും പറ്റില്ല, എർഗണോമിക്കലി ഇന്ന പ്രോബ്ലംസ് ഉണ്ട്. ബോലെഗ് ആയിട്ടുള്ള ആളിനെ ഞാൻ കുറേ വെയിറ്റ് ട്രെയിനിങ്ങും കുറേ ഓടിക്കലും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് മുന്നേ എന്തുകൊണ്ട് അത് ബോലെഗ് വന്നു, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, ഇസ് ഇറ്റ് വി ക്യാൻ ഡു സംതിങ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് any kind of a impact on the bow leg again by the workout. ഇത് മനസ്സിലാക്കിയിട്ട് പെർഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നേരത്തെ ഇപ്പോൾ ആഷ്ലി പറഞ്ഞല്ലോ, ചില കേസസിൽ നമ്മൾ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാറുണ്ട്, വെയിറ്റ് ട്രെയിനിങ്ങോ അങ്ങനെ ലോ ഇന്റൻസിറ്റി വെയിറ്റ് ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, എക്സസൈസ് ഒരു ഡംബൽ എടുത്ത് ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസ് ഗെയിൻ ചെയ്യും. മസിൽ ഹൈപ്പർട്രോഫി ഇസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് എ വെയിറ്റ് ട്രെയിനിങ്. പക്ഷെ മസിൽസ് മാത്രമല്ല, ബോണിന്റെ ഡെൻസിറ്റി, ബോൺ മിനറൽ ഡെൻസിറ്റി ഓൾസോ ഇംപ്രൂവ്സ് വിത്ത് വെയിറ്റ് ട്രെയിനിങ്. അത് കുറെ പേർക്ക് കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ആണ്. അതായത് ബോൺ ഇംപ്രൂവ് ആവണോ ചെയ്യുമ്പോൾ അതൊന്ന് ക്യാൻ യു ഷെഡ് സം ലൈറ്റ് ആസ് ടു ഹൗ ദാറ്റ് ഹാപ്പൻസ്? റൈറ്റ്. ഒരാൾ നടക്കുമ്പോൾ ഒരു ഫ്രിക്ഷൻ വരുവാണ് അല്ലേ, ഒരു ഇമ്പാക്ട് ഉണ്ടാവാണ്, സിഗ്നൽ ഈസ് ബീങ് പാസ്ഡ്. അപ്പം ഈ ഇത് അടിക്കുന്ന സമയത്ത് ബോണിലോട്ടും ഒരു സിഗ്നൽ കിട്ടുവാണ് ദാറ്റ് ദർ ഇസ് എ ഫ്രിക്ഷൻ and it is repetitively happening and എൻ്റെ ആ ബോൺ സ്ട്രെങ്ത് ഇസ് വീക്ക്. ഓക്കെ, അത് ഞാൻ സ്ട്രോങ് ആക്കിയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സിഗ്നല് നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുക ബോഡിയിൽ. അപ്പോൾ ആ സിഗ്നൽ കൊടുക്കുമ്പോഴാണ് ബോണിന് ആ നെസസിറ്റി ഫീൽ ചെയ്യുന്നത് ദാറ്റ് ഐ ഹാവ് ടു ബിക്കം സ്ട്രോങ്ങർ. റൈറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡിൽ നിന്ന് വേണ്ട ഹീലിംഗ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാനുള്ള മെറ്റീരിയൽസ്, ലൈക്ക് ഒരു ബിൽഡിംഗ് സ്ട്രോങ് ആക്കാനുള്ള സിമെന്റും കമ്പിയൊക്കെ മേടിക്കുന്ന പോലെ തന്നെ കാൽസ്യവും എല്ലാ സാധനവും ആഡ് ഓൺ ചെയ്യും. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷം ഓടാൻ തുടങ്ങി, അപ്പൊ എല്ലാരും പറയുന്നതാണ് ഷിൻ പെയിൻ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെയിൻ എടുക്കും, അത് കാരണം എനിക്ക് വയ്യ, അതോട് ഞാൻ ഓട്ടം നിർത്തി. അല്ലെങ്കിൽ ഷൂവിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ പ്രശ്നമാണോ? അല്ല, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യുവർ ബോൺ ഇസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു അബ്സോർബ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഷോക്ക്. അപ്പോൾ ചില പോയിന്റുകളിൽ അത് മൈക്രോ ഫ്രാക്ചേഴ്സുകൾ സംഭവിക്കും. അതിനെ ഹീൽ ചെയ്യുന്ന ഒരു പീരീഡാണ്. അതിനുവേണ്ടി നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല, ഇന്റൻസിറ്റി കുറച്ചൊന്ന് കുറച്ച് വീണ്ടും വി ഹാവ് ടു പുഷ് ഇറ്റ് ഫോർവേഡ് സോ ദാറ്റ് യുവർ ബോൺ ഈസ് ബീങ് പ്രിപ്പയർഡ് ടു അബ്സോർബ് ദാറ്റ് ഇന്റൻസിറ്റി. വേറൊരു എക്സാമ്പിൾ, ഇപ്പം ഈ സ്പേസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറയും. അപ്പൊ അതിന്റെ റീസൺ ആണല്ലോ നമ്മൾ ഈ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നത്. അവരെത്ര എക്സസൈസുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്താലും ആ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സംഗതി ഗ്രാവിറ്റി അതെ ഇല്ലാത്തതുകൊണ്ട്, അപ്പൊ അതുകൊണ്ടാണല്ലോ അത് ഒരു സോഫ്റ്റ് നേച്ചറിൽ വരുന്നതും അവർക്ക് ആ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് വീൽ ചെയറിൽ കൊണ്ടുപോയി പിന്നീട് അത് റിക്കവർ ചെയ്തെടുക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മൂവ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫ്രിക്ഷൻ സിഗ്നൽ ടു ബി പാസ്ഡ് ഇൻ. അപ്പോൾ അത് എക്സസൈസ് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അത് ഇൻഡ്യൂസ്ഡ് ആവാം. വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല, എന്ത് എക്സസൈസ് ആയാലും ഡെഫിനറ്റ്ലി ഇൻഡ്യൂസ് ആവും. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡു ഇറ്റ്. ഇപ്പം എന്തൊരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു പെയിൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീങ്ങരുത്,
കുനിയരുത്, ഇരിക്കരുത്, ചാടരുത്. നോ പറയാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് യുവർ ലൈഫ്. ഓക്കെ, ഐ എം പ്രിറ്റി മച്ച് ഷുവർ ദാറ്റ് whoever has made this body is been designed to move, like run like a cheetah, അല്ലെങ്കിൽ റേസ് ലൈക്ക് എ ഫോർമുല 1 ഇറങ്ങണ പോലെ തന്നെയാണ് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഹൗ യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് is what is important, right? You were earlier mentioning about muscles in a tightness. റൈറ്റ്. അപ്പോൾ സാധാരണ നമുക്കറിയാം ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, വേറെ 2 ബോൺ തമ്മിൽ ഒരഞ്ഞ് എസ്പെഷ്യലി ആ ബോണിന്റെ ഡെൻസിറ്റി കുറവാണ്, മിനറൽ ഡെൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോക്ക് വെച്ച് ഉരഞ്ഞു പെട്ടെന്ന് ഉരഞ്ഞ് തീർന്ന് അത് തേയ്മാനം, അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആവും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് മസിൽസ് സ്റ്റിഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും യു ആർ പ്രോൺ ടുവേർഡ്സ് തേയ്മാൻ. അത് എന്തുകൊണ്ട് മസിൽ സ്റ്റിഫ്, അപ്പൊ മസിൽ സ്റ്റിഫ് ആവുന്ന എന്തുകൊണ്ട്? മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എങ്ങനെ അത് മസിൽ സ്റ്റിഫ് ആവുന്നു, എന്തുകൊണ്ട്? വാട്ട് റീസൺസ് മേക്ക് എ മസിൽ സ്റ്റിഫ്? മസിൽ സ്റ്റിഫ് ആയതുകൊണ്ട് അത് എങ്ങനെ ഒരു തേയ്മാനത്തിലേക്ക് കിടക്കണം? സാധാരണ ഒരു എക്സസീവ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണല്ലോ തേയ്മാനം വരുന്നത്, ഒരു ഓവർ വെയിറ്റ് ആവുമ്പോഴാണല്ലോ തേയ്മാനം വരുന്നത്. മസിൽ സ്റ്റിഫ് ആയതുകൊണ്ട് എന്തുകൊണ്ട് തേയ്മാനം വരുന്നു? ഇതിന് അഗെയിൻ നമ്മുടെ ആക്ഷൻ മനസ്സിലാക്കുന്നത് പുഷ് ആൻഡ് പുൾ, അതാണല്ലോ നമ്മുടെ മസിൽസിന്റെ ഇതിൽ വരുന്നത്. സോ പുഷ് ആൻഡ് പുൾ ഒരു റിത്തമിക് ആക്ടിവിറ്റിയാണ്. സോ ദാറ്റ് ആ പുഷ് ആൻഡ് പുൾ ഷുഡ് ഹാപ്പൻ ഇൻ എ റിത്തം, സോ ദാറ്റ് ദ ഗേർഡിൽ പ്രോപ്പറായിട്ട് നീങ്ങണം. അപ്പോൾ ആ കയറ് ഇട്ടിക്കുന്നത് പ്ലേസ്മെന്റുകൾ കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ ഈ വലിക്കുന്നതിന്റെ ടോൺ മാറിപ്പോവും. അപ്പം ഈ ഗേർഡിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ഓൾട്രേഷൻ സംഭവിക്കും. ഈ ഓൾട്രേഷൻ സംഭവിക്കുമ്പോഴാണ് ഒരഞ്ഞു പോകുന്നത്. ഈ ഒരഞ്ഞു പോകുമ്പോഴാണ് തേയ്മാനം, ആ ഭാഗമായിട്ട് പെയിൻ, ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ടൈറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ മസിൽസിന്റെ മെക്കാനിസം ആണ് ടു കൺട്രാക്ട്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ടു അവോയ്ഡ് ഇഞ്ചുറി. ആൻഡ് ദർ ബി എ ലോട്ട് ഓഫ് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ ആ ഡെപ്പോസിറ്റ് ചെയ്യും. നോർമൽ ആ സ്മൂത്ത് സർഫസ് അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിക് സർഫസ് നിന്ന് മാറിയിട്ട് റിജിഡ് ആയിട്ട് കൊണ്ടേയിരിക്കും. സോ ഇപ്പോൾ ഒരു മസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ഡൺ ഇറ്റ്. എനിക്കൊക്കെ ഇതിനോട് കയറിയപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഈ പോത്തിന്റെ കാലിൻ്റെ അവിടെയൊക്കെ നമ്മൾ നോക്കും ഈ മസിൽ എന്താണ്, ടെൻഡൻ എന്താന്ന്. നമ്മൾ ഈ മസിൽ പിടിച്ചു നോക്കുകയും ടെൻഡൻ പിടിച്ചു നോക്കുകയും ടെൻഡൻ ശരിക്കും ഒരു വടി പോലെയാണ്. ഓക്കെ, യു കനോട്ട് പ്രസ് ദാറ്റ് കൈൻഡ് ഓഫ്, അത്രയ്ക്കും സോഫ്റ്റ് ഒന്നല്ല, എന്നാൽ മസിൽ അമർത്താൻ പറ്റും. അപ്പം ഈ മസിൽ ടെൻഡനായിട്ട് മാറി ടെൻഡനാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷേ ടെൻഡന്റെ മുകളിലോട്ട് മസിലിന്റെ ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ മസിൽസ് ടൈറ്റ് ആവുന്ന തോറും അത് ആ ടെൻഡന്റെ നേച്ചറിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക, സ്റ്റിഫ് ആയിക്കൊണ്ടേ ഇരിക്കുക. സോ അതിന്റെ പ്ലേ വിൽ നോട്ട് ബി റൈറ്റ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹൈഡ്രേറ്റ് പ്രോപ്പർലി. ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർബിംഗ് എബിലിറ്റി കുറയും. അതെ, മസിൽ എന്ന് പറഞ്ഞാൽ ഷോക്ക് അബ്സോർബ് ചെയ്യാണ്, ജോയിന്റ്സിനെ ക്രോസ് ആണല്ലോ മസിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരയിൽ സംഭവിക്കും, അതിന്റെ നേച്ചർ മാറും. അപ്പൊ നേച്ചർ മാറുമ്പോൾ ആ ഗേർഡിനകത്തുള്ള റിത്തം തെറ്റിക്കൊണ്ടിരിക്കുക. വെള്ളത്തിനെ പറ്റി പറഞ്ഞ സോ റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻ ചെയ്യുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് കുറയ്ക്കാനും നമ്മുടെ മസിൽസിന്റെ ആ ടോൺ നിലനിർത്താനും വേണ്ടിയിട്ട് വാട്ടർ ഇൻടേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് ഇറ്റ് പ്രോപ്പർലി, ഹൈഡ്രേറ്റ് യുവർ സെൽഫ്, യൂറിനേറ്റ് വെൽ. സോ ആ ഡെപ്പോസിറ്റ്സ് കുറഞ്ഞു. നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഡീപ് ടിഷ്യൂ റിലീസ് ചെയ്യുക. അത് ചെയ്യാത്തൊരു സംഗതിയാണ്. ഞാൻ നന്നായി ഓടും, ഞാൻ നന്നായി വർക്കൗട്ട് ചെയ്യും, പക്ഷെ ആ ടെൻഷൻ, അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ ഒന്ന് കുറയ്ക്കാനായിട്ട്, ആ ടോണിനൊന്ന് നിലനിർത്താനായിട്ട് ഒരു ഡീപ് ടിഷ്യൂ റിലീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങനെ ആരും ചെയ്യാറുമില്ല. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേഷ്യൻസിന് കൂടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഒരു ഡീപ് ടിഷ്യൂ റിലീസ് ആൻഡ് സ്റ്റീം ബാത്ത് ആൻഡ് വാട്ടർ ഇൻടേക്ക് ആൻഡ് പ്രോപ്പർ ഡയറ്റ് ഇസ് ഓൾ ആഡിങ് ടു എ റിക്കവറി. അല്ല നമ്മൾ ഫുഡ് മാത്രം ഉറക്കം മാത്രം ആകുമ്പോൾ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. യു ഹാവ് ടു ആ ടെൻഷൻ ഒന്ന് കുറച്ച് കൊടുക്കണം നല്ല രീതിയിൽ.